ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പ്രോബബിലിറ്റിയിലെ സാധ്യതകളുടെ ഗണിതം എന്ന ഭാഗത്തെ 6 ചോദ്യങ്ങളാണ് ചെയ്തിരുന്നത്. ജാമിതീയ സാധ്യതകൾ എന്ന ഭാഗത്ത് 6 ചോദ്യങ്ങളാണ് നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ 6 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് അതിലെ ആദ്യത്തെ 5 ചോദ്യങ്ങൾ. ആദ്യത്തെ 4 ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ ഓരോന്നും വളരെ വൃത്തിയായി മനസ്സിലാക്കി 1-2 പ്രാവശ്യം ചെയ്തു നോക്കുക. എന്റേത് ആദ്യം ക്ലാസ് മടക്കി വെച്ചതിന് ശേഷം നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക. മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും തുറന്നു നോക്കുക. വളരെ കാര്യമായി നിങ്ങൾ ഈ കണക്കുകൾ പഠിക്കുക. 7ാമത്തെ ചോദ്യമാണത്. തന്നിരിക്കുന്ന ചിത്രത്തിന്റെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാകും. നോക്കാതെ ഒരു കുത്ത് വലിയ ചിത്രത്തിലേക്ക് ഇട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ചെറിയ ചിത്രത്തിൽ ആകാനുള്ള സാധ്യത എത്ര എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു ചോദ്യം നമ്പർ 7 സെക്ഷൻ എ. ഒരു സമചതുരത്തിന്റെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് മറ്റൊരു സമചതുരം. വലിയ സമചതുരത്തിനകത്ത് നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ചെറിയ സമചതുരത്തിനകത്ത് വീഴാനുള്ള സാധ്യത എത്ര എന്ന് കണ്ടെത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് വലിയ സമചതുരത്തിന് ABCD എന്നും ചെറിയ സമചതുരത്തിന് EFGH എന്നും കൊടുക്കാം. ഇവിടെ വലിയ സമചതുരത്തിന്റെ ഒരു വശമായ AB യുടെ നീളം 2A ആണ് എന്ന് സങ്കല്പിച്ചാൽ, വലിയ സമചതുരത്തിന്റെ ഒരു വശം 2A എന്ന് സങ്കല്പിച്ചാൽ വലിയ സമചതുരത്തിന്റെ ഒരു വശം 2A എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ AE A ആയിരിക്കും, EB A ആയിരിക്കും, AH A ആയിരിക്കും, HD A ആയിരിക്കും. ഇനി ചെറിയ സമചതുരം ഷെയ്ഡ് ചെയ്ത സമചതുരമാണ്. ഷെയ്ഡ് ചെയ്ത സമചതുരത്തിനകത്ത്, അതായത് ABCD എന്ന സമചതുരത്തിലേക്ക് നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത സമചതുരത്തിലാകാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ, അതായത് ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടെത്തണം. ഇവിടുന്ന് ഇവിടം വരെ A ആണ്, ഇവിടുന്ന് ഇവിടം വരെ A ആണ്. അതുകൊണ്ട് HE എന്ന ഈ സമചതുര ഭാഗം എത്രയാണെന്ന് നോക്കാം. HE സമം √A² + A². ദാറ്റ് ഈസ് ഈക്വൽ ടു √2A² √2A. അതായത് ഇവിടുന്ന് ഇവിടം വരെ √2A ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് √2A into √2A is equal to 2A². ഇവിടെ 2A² ആണ് ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ്. വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? വലിയ സമചതുരത്തിന്റെ പരപ്പളവ് ഒരു വശത്തിന്റെ നീളം 2A ആണ്. അതുകൊണ്ട് അതിന്റെ പരപ്പളവ് 2A × 2A = 4A². അങ്ങനെയാണെങ്കിൽ
വലിയ ഭാഗത്തിന്റെ പരപ്പളവ് 4a², ചെറിയ ഭാഗത്തിന്റെ പരപ്പളവ് 2a². പെട്ടിയിൽ ആകെ 10 ബോളുകൾ. അതിൽ 3 ബോളുകൾ ചുവപ്പാണെങ്കിൽ ചുവപ്പിന്റെ സാധ്യത നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? ചുവപ്പിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് ഡിവൈഡഡ് ബൈ വലിയ ചതുരത്തിന്റെ പരപ്പളവ്. അതാണ് കുത്ത് ചെറിയ ചതുരത്തിൽ ആകാനുള്ള സാധ്യത. a² by 4a². a² കട്ടാകും. നമുക്ക് കുത്തിക്കളയാം. 2/4 സമം 1/2. ഇവിടെ വലിയ സമചതുരത്തിനകത്ത് നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ചെറിയ സമചതുരത്തിനാകാനുള്ള സാധ്യത 1/2 ആണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യത്തിലെ ബി സബ് ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യത്തിലെ ബി സബ്സെക്ഷനിലെ ചോദ്യം, 2ാമത്തെ ബി വിഭാഗം ചോദ്യം. ഒരു വൃത്തം, വൃത്തത്തിന് അകത്ത് ഒരു സമചതുരം. വൃത്തത്തിനകത്തുള്ള സമചതുരം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. വൃത്തത്തിനകത്ത് നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് സമചതുരത്തിനകത്ത് വരാനുള്ള സാധ്യത കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടെത്തണം, സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടെത്തണം, സമചതുരത്തിലാവാനുള്ള സാധ്യത കണ്ടെത്തണം. നമുക്ക് സമചതുരത്തിന് ABCD എന്ന് പേര് കൊടുക്കാം. സമചതുരത്തിന്റെ വികർണം അടയാളപ്പെടുത്താം BD. വികർണം തന്നാൽ, സമചതുരത്തിന്റെ വികർണം തന്നാൽ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരപ്പളവ് സമം ½ d². അതുകൊണ്ട് ഇവിടെ സമചതുരത്തിന്റെ പരപ്പളവ് ½ d². ഇവിടുന്ന് ഇവിടം വരെ d ആകുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ, അതായത് വൃത്തത്തിന്റെ ആരം ഡിയുടെ പകുതി ആയിരിക്കും. ഡിയുടെ പകുതി ആരമുള്ള ഒരു വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്ക് ഓർമ്മയുണ്ടാവും. πr². π ഇൻറ്റു ആരത്തിന്റെ സ്ക്വയർ. ഇവിടെ π ഇൻറ്റു ആരം ഡിയുടെ പകുതിയാണ്, d/2 അതിന്റെ സ്ക്വയർ സമം π ഇൻറ്റു ഡിയുടെ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ, πd²/4. അതാണ് വൃത്തത്തിന്റെ പരപ്പളവ്. അപ്പോൾ വൃത്തത്തിനകത്ത് കുത്തിടുമ്പോൾ സമചതുരത്തിനകത്താകാനുള്ള സാധ്യത d²/2. ½ d², 1 ഇൻറ്റു d², d²/2 ഹരിക്കണം πd²/4. ഒരു ഭിന്നസംഖ്യ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട്, ഒരു ഭിന്നസംഖ്യ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഹരിക്കേണ്ട ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. അതുകൊണ്ട് d²/2 ഇൻറ്റു 4/πd². d² നമുക്ക് ഒരേപോലെയുള്ളത് കൊണ്ട് കട്ട് ചെയ്യാം. ബാക്കി മുകളിൽ 4 ഉണ്ട്, അടിയിൽ 2π ഉണ്ട്. 4നെയും 2നെയും ചുരുക്കിയാൽ മുകളിൽ 2 ഉണ്ടാകും, അടിയിൽ π ഉണ്ടാകും. ഇവിടെ വൃത്തത്തിനകത്ത് ഒരു കുത്തിട്ടാൽ
അത് സമചതുരത്തിനാകാനുള്ള സാധ്യത 2/π ആണ്. പൈയുടെ വില കൊടുത്ത് തുടർന്ന് കണക്ക് ചെയ്യേണ്ടതില്ല. പൂർണ്ണമായ മാർക്കിന് ഇവിടം വരെയേ ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് 7ാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ സബ് ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ഒരു വലിയ സമചതുരം തന്നിട്ടുണ്ട്. അതിന്റെ എല്ലാ വശത്തിന്റെയും മധ്യബിന്ദുക്കളെ മുട്ടിക്കടന്നു പോകുന്ന ഒരു വൃത്തം തന്നിട്ടുണ്ട്. ഈ വൃത്തം എഴുതിയതാണ്. ഈ ഷെയ്ഡില് വലിയ സമചതുരത്തിനകത്ത് ഒരു കുത്തിട്ടാൽ, നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ചെറിയ വൃത്തത്തിനകത്ത്, ചെറിയ ചിത്രമായ വൃത്തത്തിനകത്ത് വീഴാനുള്ള സാധ്യതയാണ് ചോദ്യം. അപ്പൊ നമ്മൾ 2 ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുക. നമുക്ക് ആദ്യം സമചതുരത്തിന്റെ പരപ്പളവ് കാണണം, വൃത്തത്തിന്റെ പരപ്പളവ് കാണണം, സാധ്യത കാണണം. അപ്പോൾ നമുക്ക് ആദ്യം വൃത്തത്തിന്റെ പരപ്പളവ് കാണാം. ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം, അതായത് വലിയ സമചതുരത്തിന്റെ ഒരു വശം 2a ആണ് എന്ന് സങ്കല്പിച്ചാൽ വലിയ സമചതുരത്തിന്റെ ഒരു വശം ഇവിടുന്ന് ഇവിടം വരെ 2a, ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം വൃത്തത്തിന്റെ പരപ്പളവ് കാണാം. വൃത്തത്തിന്റെ പരപ്പളവ്, വൃത്തത്തിന്റെ ആരം ഇവിടെ a ആണ്. അതുകൊണ്ട് പരപ്പളവ് π ഇൻറ്റു ആരത്തിന്റെ സ്ക്വയർ. π ഇൻറ്റു ഇവിടെ ആരം a ആണ്, πa². πa² ആണ് വൃത്തത്തിന്റെ പരപ്പളവ്. ഇനി നമുക്ക് സമചതുരത്തിന്റെ ഒരു വശം 2a ആയതുകൊണ്ട് സമചതുരത്തിന്റെ പരപ്പളവ് (2a into 2a സമം 4a²). ഇനി നമുക്ക് കുത്ത് വൃത്തത്തിനകത്ത് ആകാനുള്ള സാധ്യത. വൃത്തത്തിന്റെ പരപ്പളവ് πa². സമചതുരത്തിന്റെ പരപ്പളവ് 4a². a² നമുക്ക് കട്ട് ചെയ്യാം. π/4. π/4 ആണ് കുത്ത് വൃത്തത്തിന്റെ അകത്ത് വരാനുള്ള സാധ്യത. ഈ 3 ചോദ്യങ്ങളും വളരെ നന്നായി സമയമെടുത്ത് മനസ്സിലാക്കി ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുക. നമ്മൾ ചോദ്യം ആദ്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 4 ചോദ്യമാണ് നിങ്ങൾക്ക് തന്ന പേപ്പറിലുള്ളത്. ഈ 4 ചോദ്യത്തിൽ ആദ്യത്തെ 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 3 ചോദ്യങ്ങൾ നന്നായി വർക്ക് ചെയ്ത് പഠിക്കുക. അടുത്ത ദിവസം നമുക്ക് 4ാമത്തെ ചോദ്യം, അതായത് D ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ സ്റ്റുഡൻസ്.